തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയെ വിഷപ്പല്ലിൽ കോർക്കാൻ നാശമാണ് എന്റെ ലക്ഷ്യം. സർവനാശം. സുധേ, നീ അറിഞ്ഞ വിശേഷങ്ങള്? മണ്ഡപത്തിൽ ചില നാടകങ്ങളൊക്കെ നടന്നു. വലിയ കുഞ്ഞിന്റെ കല്യാണം മുടങ്ങി. ആ പ്രിയങ്ക മേഡം നാഗമടത്ത് കുടുംബത്തിലേതാണെന്ന്. പോരേ പൂരം. കീരിയും പാമ്പുമായിട്ടൊരു ബന്ധം നടക്കുവോ? ഏതായാലും പ്രിയങ്കയുടെ ചെമ്പ് തെളിയാൻ കാരണം നമ്മുടെ മോളാന്ന് പറയാം. ആ, ഓരോന്നും സംഭവിക്കേണ്ടത് സംഭവിക്കും. ഏതായാലും അനിയ കുഞ്ഞിന്റെ കല്യാണം നന്നായി നടന്നു. അത് തന്നെ മഹാഭാഗ്യം. ആ വർഗീസേ, അയ്യോ ഞാനതങ്ങ് മറന്നു. പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തന്നാൽ മതിയോ? ശരി, ഒരു 10 മിനിറ്റേ. പേപ്പർ എവിടെയാന്ന് കണ്ടുപിടിക്കണം. ഇതെപ്പം റെഡി, ഞാൻ വിളിക്കാം. ഇതെവിടെയാ വെച്ചതാവോ? ആനന്ദ് ഹോസ്പിറ്റലായിരുന്നപ്പോ അവന്റെ പെറ്റമ്മയായി ഞാൻ ദേവിക്ക് പൊങ്കാല നേർച്ച നടത്താൻ വീട് വീടാന്തരം കയറി ഇറങ്ങി ഭിക്ഷയെടുത്തു. ആ സമയത്ത് കല്യാണി കയ്യിൽ കർപ്പൂരം കത്തിച്ച് ആരതി നടത്തി എന്റെ മോന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. കൂടുതൽ കൂടുതൽ ആലോചിക്കുമ്പോ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ വന്ന് കയറുക. എനിക്കെന്തോ ഭയം തോന്നുന്നു ദാസേട്ടാ. അവള് കാരണം തൃച്ചംബരത്തെ ഈ കല്യാണങ്ങൾക്ക് തടസ്സം വരുമോ എന്നുള്ളൊരു ഭയം. കല്യാണി, വല്യുഞ്ഞ്, കല്യാണി,
സുധേ, നീ കണ്ടില്ലേ ഇത്? നമ്മുടെ മോള്, അവള് നമ്മളെ ചതിക്കായിരുന്നു ഇത്രയും കാലം. ഞാൻ എന്ത് നടക്കരുതെന്ന് ആഗ്രഹിച്ചോ അതാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പങ്കെടുക്കരുതെന്ന് മാഡം പറഞ്ഞിട്ട് പോലും അവൾ കല്യാണത്തിന് വന്നത് ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടാ. അവളുടെ മനസ്സിൽ വിഷമായിരുന്നു സുധേ, കൊടും വിഷം. ഈ കാര്യങ്ങൾ മാഡം അറിഞ്ഞാ പിന്നെ അവളുടെ ജീവനോടെ വെച്ചേക്കോ? ഇല്ല, ഇതൊരിക്കലും ഇങ്ങനെ വിടാൻ പാടില്ല. ചങ്കില അവളെ കത്തിയെ ചെയ്ത് ഇതിനൊരു പോംവഴി കണ്ടെത്തിയേ പറ്റൂ, ഉടൻ തന്നെ. ഇവിടെ ഈ ദിവസം, ഈ നിമിഷം ഒരു കാര്യം ഓർത്തു വെച്ചോ. ഇനി എത്ര നാൾ കഴിഞ്ഞാലും ഞാൻ തന്നെയായിരിക്കും തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ പോകുന്നത്. ഈ പ്രിയങ്ക വർമ്മയുടെ കഴുത്തിൽ ഒരാൾ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഈ ആനന്ദ് തന്നെയായിരിക്കും. അതിനുവേണ്ടി വേണ്ടി വന്നാൽ എന്റെ ജീവൻ കളയാൻ വരെ ഞാൻ മടിക്കില്ല. ജീവൻ എടുക്കാനും. അത് ആരുടെയൊക്കെയാണെന്ന് കാലം തെളിയിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്താ അമ്മ ഇത്? എന്തിനാ ഇങ്ങനെ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്? അമ്മയ്ക്ക് എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. ഇരുട്ടത്താകുമ്പോ മുഖത്ത് സങ്കടം പെട്ടെന്ന് ആരും തിരിച്ചറിയില്ല. അതാ ഒരു ഗുണം. പ്ലീസ്, എന്നോട് ഇങ്ങനെയൊന്നും പറയരുതമ്മേ. അമ്മ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാന് അമ്മയുടെ ഈ മോനിഷ്ടം. അപ്പൊ സ്വന്തം കല്യാണം മുടങ്ങിപ്പോയതിന്റെ ഒരു സങ്കടമില്ല നിനക്ക്? അതും അത്രയും ആൾക്കാരുടെ മുമ്പില്. എന്റെ മോന്റെ കൈ പിടിക്കുന്ന പെണ്ണ് മഹാലക്ഷ്മിയെ പോലെ ഇരിക്കണം, അവളെ കുടുംബത്തിന്റെ ഐശ്വര്യമായിരിക്കണം എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു അമ്മയ്ക്ക്. എല്ലാം തെറ്റിപ്പോയില്ലേ? എന്റെ മോന്റെ ഈ അവസ്ഥയ്ക്ക് ഈ അമ്മ തന്നെ കാരണക്കാരിയായല്ലോ മോനെ. നീ ഈ അമ്മയോട് ക്ഷമിക്ക്. I'm sorry ആനന്ദ്, I'm very very sorry. എന്താ അമ്മ ഇത്? എന്നോടാണോ സോറി? അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ച എന്റെ നെഞ്ച് പൊട്ടിപ്പോവും അമ്മേ. എനിക്ക് കല്യാണം അല്ലമ്മേ വലുത്, എന്റെ അമ്മയാ. ആനന്ദിന് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മകനെന്നറിയപ്പെടാനാ ഇഷ്ടം എന്നും. അത് മാത്രം മതി എനിക്ക്. അങ്ങനെയല്ല മോനെ, അരവിന്ദന്റെ കല്യാണം നടത്തിയ പോലെ നിന്റെ കല്യാണം നടത്തി നീ സന്തോഷമായിരിക്കുന്ന കാണുമ്പോഴേ ഇനി ഈ അമ്മയുടെ മനസ്സിന് സന്തോഷം കിട്ടും. എന്റെ മോന്റെ കൈപിടിക്കാൻ പോകുന്ന, ഈ വീടിന് വെളിച്ചം തരാൻ പോകുന്ന ആ ഭാഗ്യലക്ഷ്മിയെ കണ്ടെത്തല ഇനി എന്റെ ഏക ലക്ഷ്യം.
അയ്യോ, മാഡം വലിയ ഇവിടെ നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇരുട്ടാണല്ലോ എന്ന് കരുതി ലൈറ്റ് ഇട്ടതാ. ക്ഷമിക്കണം മാഡം. ഇറ്റ്സ് ഓക്കെ. ആരും അവിടെ ആഹാരം കഴിക്കാൻ വരുന്നില്ല. ശിവരാമ സാറിന് ഗുളിക കഴിക്കാൻ സമയമായി. എന്തെങ്കിലും കഴിക്കാതെ ഗുളിക കഴിച്ചാൽ പ്രശ്നമാവും. അതാ ഞാൻ മാഡത്തിനെ വിളിക്കാൻ വന്നത്. അമ്മ കഴിക്കാൻ ഇപ്പൊ വരും. നീ പോയി മറ്റുള്ളവരെയൊക്കെ ആഹാരം കഴിക്കാൻ വിളിക്കുക. ആനന്ദേ, അമ്മേ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നു. മറ്റന്നാളല്ലേ അവാർഡ് ഫംഗ്ഷൻ? നിനക്ക് സിംഗപ്പൂരിൽ പോണ്ടേ? ഞാൻ പോകുന്നില്ല അമ്മേ. ഒരിടത്തും പോകാനുള്ളൊരു മൂഡില്ല. ഇല്ല ആനന്ദേ, ഉറപ്പായിട്ട് പോണം നീ. വെളിനാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരുമ്പോ മനസ്സൊന്ന് റിലാക്സ്ഡ് ആവും. അത് ഇപ്പോഴത്തെ സിറ്റുവേഷനും നല്ലതാ. ഇല്ലമ്മേ, അമ്മ ഇങ്ങനെ ടെൻഷനായി നിൽക്കുമ്പോ ഞാൻ ഇവിടെ കൂടെ ഉള്ളതൊരു ആശ്വാസമായിരിക്കും. അമ്മയ്ക്കൊന്നുമില്ല മോനെ. സൗത്ത് ഇന്ത്യയിലെ ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡാണ് നിനക്ക് കിട്ടിയത്. അത് മോൻ അവിടെ പോയി തന്നെ വാങ്ങണം. അതാ ഈ അമ്മയ്ക്കൊരു അന്തസ്. ശരി അമ്മേ, അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ സിംഗപ്പൂരിൽ പോകാൻ റെഡിയാ. കല്യാണി നിക്ക. മറ്റന്നാ നീയും എന്റെ കൂടെ സിംഗപ്പൂരിലേക്ക് വരിക. പോവാൻ റെഡി ആയിക്കൊള്ളണം. കല്യാണി വരണോ ആനന്ദേ? വരണം അമ്മേ. സൗത്ത് ഇന്ത്യയിലെ മികച്ച ബിസിനസ്മാനുള്ള അവാർഡ് ഞാൻ വാങ്ങുമ്പോ മികച്ച ബ്രാൻഡ് അംബാസഡറിനുള്ള അവാർഡ് കല്യാണി ഏറ്റുവാങ്ങിയിരിക്കണം. അതല്ലേ അതിന്റെ ഒരു ശരി. ഇല്ല വലിയുഞ്ഞെ, ഞാൻ വരുന്നില്ല. വലിയുഞ്ഞ് പോയിട്ട് വന്നാ മതി. കല്യാണിക്കുള്ള അവാർഡ് കല്യാണിയുടെ കൈകൊണ്ട് തന്നെ വാങ്ങിക്കണം. അതിനാ നിന്നെ വരാൻ നിർബന്ധിക്കുന്നത്. അമ്മേ, അമ്മ പറഞ്ഞാലേ കല്യാണി സിംഗപ്പൂരിലേക്ക് വരാൻ തയ്യാറാവും. സത്യത്തിൽ ഇവരുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചതാ. കല്യാണി, നീയും കൂടെ സിംഗപ്പൂരിൽ പോകാൻ റെഡിയായിക്കോ. ശരി ശരി മാഡം. ആനന്ദേ, വാ ആഹാരം കഴിക്കാം. ശരി അമ്മേ. ദേവി, സന്തോഷായി. മാഡം എന്നോട് വല്യുഞ്ഞിനോടൊപ്പം സിംഗപ്പൂരിൽ പോയിക്കോളാൻ പറഞ്ഞു. ആദ്യമായിട്ട് ഞാൻ പ്ലെയിനിൽ കയറാൻ പോണേ. അടിപൊളിയായിരിക്കും. അയ്യോ, മാഡം ആഹാരം കഴിക്കാൻ പോയല്ലോ. എന്റെ ദൈവമേ, കുറെ നാളായിട്ട് ഇല്ലാത്ത ശീലമാണല്ലോ. അച്ഛൻ വീണ്ടും തുടങ്ങിയല്ലേ? എന്തിനാ ഇപ്പൊ ഈ സിഗരറ്റ് കുടിക്കണേ? സിഗരറ്റ് അല്ല, കുടിക്കാൻ വേണ്ടത് വിഷ. എന്താ, അത് അകത്തിരിപ്പില്ലല്ലോ അല്ലേ? സോറി, ഇവിടുത്തെ അടുക്കളയിൽ വിഷം വെച്ച് വിളമ്പാറില്ല. ശകലം കഞ്ഞിയും പയറുവാണെങ്കിൽ തരാൻ പറ്റും.
ഏതായാലും ഇപ്പൊ ഞാൻ പറയാൻ പോണ കാര്യം കേട്ടാ അച്ഛൻ പറയാൻ പോകുന്നത് പാൽപ്പായസം വെച്ച് തരാനായിരിക്കും. എവിടെ അനിയൻകുട്ടൻ? അവനോട് വേണം ആദ്യം ഈ സർപ്രൈസ് പൊട്ടിക്കാൻ. അനിയൻകുട്ടാ, നിന്റെ പഠിത്തമൊന്നും കഴിഞ്ഞില്ലേ ഇതുവരെ? എന്തു ചേച്ചി, ഇന്ന് വലിയ സന്തോഷത്തിലാണെന്ന് തോന്നല്ലോ. യെസ്, ഭയങ്കര 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 സന്തോഷം. കാരണം മറ്റന്നാൾ ഈ സമയത്ത് നിന്റെ ഈ ചേച്ചി ആകാശത്തിലൂടെ പ്ലെയിനിൽ ഇങ്ങനെ പറക്കായിരിക്കും അങ്ങ് സിംഗപ്പൂരിലേക്ക്. പ്ലെയിനിലോ? എന്റെ അമ്മ വെറും പുളു. സത്യമാണോ ചേച്ചി പറയുന്നേ? അതെടാ സത്യം, പുളിയുടെ അല്ല. മറ്റന്നാള് ഞാനും വലിയകുഞ്ഞും കൂടെ സിംഗപ്പൂരിലേക്ക് പോകുന്നു അവാർഡ് വാങ്ങാൻ. മികച്ച ബ്രാൻഡ് അംബാസഡറിനുള്ള അവാർഡ് എനിക്കും മികച്ച ബിസിനസ്മാനുള്ള അവാർഡ് വലിയകുഞ്ഞിനും. നമ്മുടെ കമ്പനിക്ക് 2 അവാർഡാ. എന്ത് രസമായിരിക്കും അല്ലേ? നാട്ടിൽ വെച്ച് പണ്ടൊക്കെ വിമാനം ആകാശത്തിലൂടെ താഴ്ന്നു പറക്കുമ്പോ നമ്മൾ ഓടിച്ചെന്ന് നോക്കുന്ന ഓർമ്മയുണ്ട് ചേച്ചിക്ക്? അതിലിപ്പോ ചേച്ചിക്ക് കേറാനും പറ്റുമല്ലേ? ഇത് ചേച്ചിക്ക് ലോട്ടറി അടിച്ച പോലെ എനിക്ക് തോന്നുന്നത്. ശരി അനിയൻകുട്ട, ഈ ലോട്ടറിയും ഭാഗ്യമൊക്കെ എനിക്ക് തന്നെയാണ് വലിയുഞ്ഞ. ഇതിനൊക്കെ എന്ത് പകരം കൊടുക്കണമെന്നാ എനിക്ക് അറിഞ്ഞൂടാത്ത. അല്ല, നിങ്ങളിതുവരെ കഴിച്ചില്ലല്ലോ? നേരം കുറെ ആയില്ലേ? ഇല്ല ചേച്ചി, കഴിച്ചില്ല. ചേച്ചി വരട്ടേന്ന് വിചാരിച്ചു. ശരി ശരി, നീ പുസ്തകമൊക്കെ മാറ്റി വെച്ച് അച്ഛനെ വിളിച്ചോണ്ട് വാ, ഞാൻ വിളമ്പാ. അച്ഛാ വാ കഴിക്കാൻ നമുക്ക്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. വാ അച്ഛാ. അച്ഛനെന്താ കഴിക്കാത്ത? വേറെന്തെങ്കിലും ഉണ്ടാക്കണോ? ഏയ്, മോള് പ്ലെയിനിൽ കയറുന്ന സന്തോഷത്തില് സ്വയം മറന്നിരിക്കുക അച്ഛൻ. അല്ലെങ്കിൽ അസൂയ. അച്ഛൻ ഇതുവരെ പ്ലെയിനിൽ കയറാത്ത ആളല്ലേ? നീ പോടാ അവിടുന്ന്. അച്ഛാ, അഖില മേഡോ എന്നോട് വലിയകുഞ്ഞിനോടൊപ്പം സിംഗപ്പൂർ പൊയ്ക്കോളാൻ പറഞ്ഞത്. ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. കേട്ടപ്പോ സത്യത്തിൽ ഞാനങ്ങ് സ്തംഭിച്ചു പോയി. അച്ഛാ, അച്ഛൻ കഴിക്ക്. അച്ഛൻ കഴിക്കേ. എന്തു പറ്റി അച്ഛന്? അച്ഛനെന്താ കഴിക്കാത്ത? അച്ഛനെന്താ ഒരു ദേഷ്യം പോലെ? ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്നെ വഴക്ക് പറയോ അടിക്കോ എന്താന്ന് വെച്ചാ ചെയ്തോ. ഇങ്ങനെ പട്ടിണി കിടന്നാ എനിക്ക് സങ്കടാവും. അച്ഛന്റെ മോളല്ലേ ഈ പറയണേ? കഴിക്കച്ച. ശരി, ഒരു കാര്യം ചെയ്യാം. അച്ഛൻ എപ്പോഴും പറയാറില്ലേ ഞാൻ അച്ഛന്റെ അമ്മയെ പോലെ ഇരിക്കണേന്ന്? ഇന്നു മുതൽ ഞാൻ പത്മാവതി അമ്മയാണെന്ന് കരുതിയാ മതി. ഞാൻ കോരിത്തരാം, അച്ഛൻ കഴിക്കുക. ആ കഴിക്ക്. അച്ഛൻ എപ്പോഴും പറയാറില്ലേ ഞാൻ അച്ഛന്റെ അമ്മയെ പോലെ ഇരിക്കണേന്ന്? ഇന്നു മുതൽ ഞാൻ പത്മാവതി അമ്മയാണെന്ന് കരുതിയാ മതി. ഞാൻ കോരിത്തരാം, അച്ഛൻ കഴിക്കുക. ആ കഴിക്ക്. മതിയാകടി. കരയല്ലേ ചേച്ചി? ഞാൻ എന്ത്
തെറ്റ് ചെയ്തിട്ട് അനിയൻകുട്ട എന്നോട് ഇങ്ങനെ? ഞാൻ സിംഗപ്പൂര് പോവാണെന്ന് അറിഞ്ഞിട്ട് പോലും അച്ഛനൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അച്ഛന് ഇതെന്താ പറ്റിയേ? ഒന്നുമില്ല ചേച്ചി, കുറച്ച് കഴിയുമ്പോ അച്ഛൻ ഇങ്ങ് വരും. കല്യാണി നീ എന്താ കഞ്ഞി വിളമ്പാത്തേന്നും ചോദിച്ചോണ്ട്. ചേച്ചി വിഷമിക്കണ്ട, ഇത് വേറെന്തോ ടെൻഷനാ, നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചി വാ, എനിക്ക് വിശക്കുന്നു.